സംസ്ഥാന ബജറ്റിൽ എങ്ങനെയാണ് സപ്ലൈകോയെ പരിഗണിക്കാതെ പോയത് എന്ന വാർത്ത കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടി പ്രേക്ഷകർ ഒന്ന് കാണൂ. സപ്ലൈകോയെ പരിഗണിക്കാത്തതിൽ അമർഷം പുകയുകയാണ്. കുടിശ്ശിക തുക പോലും അനുവദിക്കാത്ത സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് തൊഴിലാളി യൂണിയനും പ്രതികരിച്ചിട്ടുണ്ട്. പല ഇനങ്ങളിലായി 2860 കോടി രൂപയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. റിപ്പോർട്ട്. വിപണി ഇടപെടൽ മുതൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് അരി എത്തിക്കുന്നതും നെല്ലു സംഭരിക്കുന്നതും തുടങ്ങി റേഷൻ വിതരണക്കാർക്ക് പണം നൽകുന്നതുവരെ സപ്ലൈകോയാണ്. ആകെ 2850 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകേണ്ട കുടിശ്ശിക. അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി നൽകിയ വകയിൽ 1525 കോടി രൂപയാണ് ഇതുവരെ സപ്ലൈകോയ്ക്ക് ലഭിക്കാനുള്ളത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് അരി എത്തിച്ചതിൽ 150 കോടി. സർക്കാരിന്റെ അഭിമാനമായി മാറിയ കിറ്റ് വിതരണ പദ്ധതിക്ക് 25 കോടി. നെല്ല് സംഭരിച്ച വകയിൽ 550 കോടി. നെല്ലുകുത്തി അരിയാക്കുമ്പോഴുള്ള തൂക്ക വ്യത്യാസത്തിന് സഹായം നൽകിയ ഇനത്തിൽ 400 കോടി. റേഷൻ വിതരണക്കാർക്ക് നൽകിയ 200 കോടി എന്നിങ്ങനെയാണ് സർക്കാർ കുടിശ്ശികയുടെ ഇനം തിരിച്ചുള്ള കണക്ക്. ഇതിൽ 500 കോടി രൂപയെങ്കിലും ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്ന് ഭക്ഷ്യവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാൻ 1 രൂപ പോലും അനുവദിക്കാത്തതിൽ സപ്ലൈകോയിലെ തൊഴിലാളി യൂണിയനുകളും വിതരണക്കാരും പ്രതിഷേധമറിയിച്ചു. സമ്മർദ്ദം ശക്തമായതോടെ ബജറ്റ് ചർച്ചയിൽ വിഷയം പരിഹരിക്കാമെന്നാണ് ധനവകുപ്പ് ഭക്ഷ്യവകുപ്പിനെ അറിയിച്ചിട്ടുള്ളത്. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.